സ്വാദിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം വളരെ എളുപ്പത്തിൽ എന്നാൽ ടേസ്റ്റിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അപ്പോൾ എങ്ങനെയാണ് സുക്കിനി ഫ്രിറ്റേഴ്സ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതുണ്ടാക്കുവാനായി ഞാനിവിടെ ഒരു സുക്കിനി, അതിന്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. കൂടാതെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, 4 അല്ലി വെളുത്തുള്ളി, കോഴിമുട്ട ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ മൈദ, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്. ആദ്യമായി സുക്കിനിയുടെ പകുതി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്ത സുക്കിനിയിൽ നിന്നും അതിൻ്റെ നീര് കുറച്ച് പിഴിഞ്ഞു മാറ്റണം. നീര് പിഴിഞ്ഞു കളഞ്ഞ സുക്കിനിയിലേക്ക് സ്പ്രിംഗ് ഓണിയനും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു ചേർക്കണം. സ്പ്രിംഗ് ഓണിയൻ കിട്ടിയില്ലെങ്കിൽ പകരം സവാള ചെറുതായി അരിഞ്ഞു ചേർത്താലും മതിയാവും. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഈ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കൺസിസ്റ്റൻസി ആക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഈ സുക്കിനി മിക്സ്ചർ ഓരോ സ്പൂണായി പാനിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയാൽ പതുക്കെ മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കുക. സുക്കിനി ഗ്രേറ്റ് ചെയ്തതിൽ നിന്ന് നീര് പിഴിയാതിരുന്നാൽ നമ്മൾ ചേർക്കുന്ന മൈദയോ ഗോതമ്പ് പൊടിയോ ഏതായാലും അതിൻ്റെ അളവ് കൂട്ടിയാൽ മതിയാവും. അതുപോലെ മുട്ടയുടെ എണ്ണവും കൂടുന്നതനുസരിച്ച് മൈദയോ ഗോതമ്പോ ഏതാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അങ്ങനെ ഇവിടെ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. സുക്കിനിക്ക് പകരം വേറെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നിലധികം വെജിറ്റബിളും ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. താങ്ക്